ഇൻഫ്രാസ്ട്രക്ചർ സ്കൂളുകളിൽ മെച്ചപ്പെടുത്തുന്ന കാര്യം പറഞ്ഞല്ലോ, നല്ല കാര്യമാണ്. സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ, പക്ഷേ കേരളത്തിലെ ന്യായമായും കിട്ടേണ്ട, കാരണം കേരളത്തിലെ ജനങ്ങളും നികുതി കൊടുക്കുന്ന ജനങ്ങളാണ്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. തുല്യമായ വിഭവങ്ങളുടെ വിതരണം എന്നുള്ളത് യൂണിയൻ ഗവൺമെന്റിന്റെ കടമയാണ്. പക്ഷേ വലിയ തോതിലുള്ള ഡിസ്പാരിറ്റി ഉണ്ട്. ഞാനൊരു പത്രവാർത്ത വായിക്കാം. മുമ്പത്തെ ഒരു പത്രവാർത്ത. തിരുവനന്തപുരം PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ പേരിൽ സമഗ്ര ശിക്ഷ കേരള SSKക്കുള്ള കേന്ദ്ര ഫണ്ട് മുടങ്ങിയതോടെ വനമേഖലകളിലെ ആദിവാസി ഗോത്രവർഗ വിഭാഗം വിദ്യാർത്ഥികളുടെ സ്കൂൾ പഠനം പൂർണ്ണമായും നിലച്ചു. മുമ്പ് വന്ന ഒരു പത്ര റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. നോക്കൂ, ഈ സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട്, അതിൻ്റെ വിഹിതം തടഞ്ഞു വെച്ചതുകൊണ്ട് ആദിവാസികളുടെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ പഠനം, അതുപോലെ തന്നെ പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന പഠന സഹായം, ഗ്രാന്റ്, ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന സൗകര്യങ്ങൾ, അവർക്ക് കൊടുക്കേണ്ടുന്ന ധനസഹായം തുടങ്ങി യൂണിഫോം അടക്കം നമ്മുടെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, അവരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലൂടെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള പരിശ്രമങ്ങളെല്ലാം ഈ പൈസ ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് പോയി. ഇത് കുട്ടികളുടെ പഠനം മുടങ്ങുന്ന, കുട്ടികൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മുടക്കുന്ന തരത്തിൽ ഇപ്പൊ നമ്മൾ ഈ തട്ടിക്കൊണ്ടുപോയിട്ട് രാംജി റാവു സ്പീക്കിങ്ങിലൊക്കെ കണ്ടില്ല, 25 ലക്ഷം രൂപ എന്ന കുട്ടിയെ വിട്ടുതരാം എന്ന് പറയുന്നത് മാതിരി നിങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ നിങ്ങൾക്ക് തരാനുള്ള പണം തരാം എന്ന മട്ടിൽ റാൻസം ചോദിക്കുന്ന കൊള്ളക്കാരുടെ അവസ്ഥയിലേക്ക് ഒരു യൂണിയൻ ഭരണകൂടം പെരുമാറിയാൽ എങ്ങനെയാണ് ഫെഡറലിസം നിലനിൽക്കുക? അല്ല അഭിലാഷ്, നമ്മൾ ഈ സ്വാഭാവികമായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ രാഷ്ട്രീയപരമായ ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, പറയാൻ ചെയ്യാം. പക്ഷേ ഒരു പദ്ധതി നിലവിലുണ്ട്. ആ പദ്ധതിക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളുമുണ്ട്, എല്ലാവിധ ഗുണവുമുണ്ട്. ആ ഗുണമുള്ളൊരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആശങ്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഭംഗിയായി നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ അതങ്ങ് തീരുമാനിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ വൈകി എന്ന ചോദ്യമല്ലേ സാക്ഷരത കേരളം ഇവിടെ ചോദിക്കേണ്ടത്. ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം ഇതെല്ലാം ലഭ്യമാകുന്ന ഒരു പദ്ധതി നിലനിൽക്കെ ആ പദ്ധതിക്കെല്ലാം മുഖം തിരിച്ചുകൊണ്ട് പഴയ പദ്ധതിയിൽ നിന്ന് പണം തരണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? പഴയ ഈ PM ശ്രീ എന്ന് പറയുന്നത് ഈ സ്കൂളുകളുടെ ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകളെ തെരഞ്ഞെടുത്ത് 2022 പ്രഖ്യാപിച്ച പദ്ധതിയാണ്. 2 സ്കൂളുകളെ തെരഞ്ഞെടുത്ത് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, നേരത്തെ പറഞ്ഞതുപോലെ ലാഭം ഉണ്ടാക്കാനും മറ്റു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെടുന്ന പദ്ധതിയാണ് PM ശ്രീ. അല്ലാതെ ഈ സമഗ്ര ശിക്ഷയുടെ പേര് മാറ്റി അതിനെ PM ശ്രീ ആക്കിയതല്ല. അല്ല, അത് മാത്രമല്ല അഭിലാഷ്, നിങ്ങളത് പഠിച്ചതിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ക്ലാരിറ്റി ഞാൻ വരുത്താം. അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, അധ്യാപകരുടെ പരിശീലനം, കുട്ടികളുടെ മെന്ററിങ്, കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എൻ്റെ കാര്യങ്ങളിൽ മാതൃകാപരമായ ഒരു സ്കൂളായി മാറും. അല്ലാതെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല PM ശ്രീ. അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്ന് കേരളത്തിൽ ഉണ്ടാകുന്നതിൽ. അങ്ങനെയല്ല എന്ന് വസ്തുത നിങ്ങൾ കൂടി ഇതിൽ പ്രചരണത്തിൽ കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 2, അതിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഒരു ബ്ലോക്കിൽ ഒരു സ്കൂൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ 2 സ്കൂളുകളും ആ ബ്ലോക്കിന് ചുറ്റുമുള്ള മറ്റു സ്കൂളുകൾക്ക് മെൻറ്ററിങ് കൂടി കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ ലഭ്യമാക്കുന്നുണ്ട്. കേവലം ഇൻഫ്രാസ്ട്രക്ചറിൽ 2 ലേബ് ഉണ്ടാക്കുക എന്നുള്ളതിൽ അടങ്ങുന്നതല്ല ഈ പറയുന്ന, ഈ നേരത്തെ ചോദിച്ചു ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ട ദിവ്യാംഗരായ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല പദ്ധതികളായതുകൊണ്ടല്ലേ എന്തിനെ എതിർക്കുന്നു എന്നുള്ളതിന് ഉത്തരമില്ല. ഇതൊന്നും നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷേ അതെല്ലാം നല്ലതാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ ഈ ശിവൻകുട്ടി, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഇതിപ്പോൾ ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ കുഴപ്പമെന്ന് നിങ്ങളോടാണ് ചോദിച്ചത്. എന്താ കുഴപ്പമെന്നാണ് ഞങ്ങളും ചോദിച്ചിരുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചതും എന്താ കുഴപ്പമെന്നാണ്. അതായത് PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കി കഴിയുമ്പോൾ ഓരോ ബ്ലോക്കുകളിലും ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റമുണ്ട്. നേരത്തെ അദ്ദേഹം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷോക്കേറ്റ് വിദ്യാർത്ഥികൾ മരണപ്പെടാത്ത സ്കൂളുകൾ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് PM ശ്രീ നടപ്പിലാകണമെന്ന് ആഗ്രഹമുണ്ടാകും. വിത്തുകൾ ഇടിഞ്ഞു വീണ്ട് വിദ്യാർത്ഥികൾക്ക് പരുക്കുണ്ടാക്കുന്ന കേരളത്തിലെ സ്കൂളുകൾ നന്നായി പോകണമെന്ന് ആഗ്രഹിച്ചാൽ അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കും. ക്ലാസ് മുറികൾക്കുള്ളിൽ നിന്നും അതിലെ മാളങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന് പാമ്പുകൾ കുട്ടികളെ കടിച്ചു കൊല്ലുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനും നല്ലതുണ്ടാകും. പൂർണ്ണമായും കേരളത്തിലെല്ലാം മോശം എന്ന അഭിപ്രായമൊന്നും എനിക്കുന്നില്ല. കൂടുതൽ ഞങ്ങളുടെ കേരളം നന്നാകണമെന്ന ആഗ്രഹത്തിൽ ഇത്തരം പദ്ധതികൾ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകത്തിൽ നിന്നുകൊണ്ട്, ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് മാറ്റി നിർത്തമല്ല. CPIയുടെയും CPMൻ്റെയും മറ്റൊരു കാര്യമാണ്, ഇന്നുൾപ്പെടെ ശബരിമലയിൽ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് വിജയമല്യ കൊടുത്ത സ്വർണത്തിൻ്റെ കണക്കുകൾ പോലും ശബരിമല രേഖകളിൽ ഇല്ല എന്നുൾപ്പെടെയുള്ള നിരവധി രേഖകൾ പുറത്തു വന്നു. കഴിഞ്ഞ കുറേ കാലമായി ദേവസ്വം ബോർഡ് ഇരു മുന്നണികൾക്കും അപ്പുറം നിന്നുകൊണ്ട് കട്ടുമുടിക്കുന്നു എന്ന വാർത്ത
പുറത്തു വരുന്നു. പക്ഷേ കേരളത്തിൽ ചർച്ച ഇത്തരത്തിലേക്ക് മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചർച്ച വന്നുകൊണ്ടാണ്. അപ്പോൾ ചില ചർച്ചകൾ അജണ്ടകൾ മാറ്റാൻ CPM വിളിക്കുമ്പോൾ വന്നിരിക്കുകയും CPM പിണങ്ങാൻ പറയുമ്പോൾ പിണങ്ങുകയും മിണ്ടാൻ പറയുമ്പോൾ മിണ്ടുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറം CPI നിങ്ങൾ കൂട്ടേണ്ടതില്ല. ശരി, അതാണ് CPI യെ കുറിച്ചുള്ള വിമർശനം BJP യുടെ ഭാഗത്തു നിന്നും അതാണ്. പക്ഷേ